നേരം വെളുത്ത് തമ്പുരാട്ടിക്ക് ഇങ്ങോട്ട് നീച്ചു വരാനായിട്ടില്ല. നേരം വെളുത്ത എന്നും ഞാൻ ഉണ്ടാക്കണം ചായയും കടി. എന്നിട്ട് അത് കുടിച്ചാനാണെങ്കിലോ ഇങ്ങോട്ട് കേറി വരും ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തന്തിയും തള്ളി ഇല്ലല്ലോ. കണ്ണി കണ്ട പെരയിൽ നിന്ന് വളർന്നു വന്നതല്ലേ. എനിക്ക് ഈ ഗതി തന്നെ വരണം. ഓനൊന്ന് പെണ്ണിട്ടിട്ട് വേണം മനുഷ്യന്മാർക്ക് ഒരു പാത്തി ഇരിക്കണം വിചാരിച്ചാല് അതെന്തായാലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. ഉമ്മ ഞാൻ ഉണ്ടാക്കാം. നീച്ച വന്നിക്കണാ? എന്തിനാ ഇപ്പൊ തന്നെ നീച്ചത്? കുറച്ചേരം കൂടി മാപ്പിളുടെ അടുത്ത് കിടന്നുകൂടായിരുന്നില്ലേ? അല്ല അനക്ക് എന്തോന്ന് നേരത്തെ നീച്ച് വന്നാല് ഈ അടുക്കളന്റെ ഉള്ളിൽ ഞാൻ കിടന്ന് പണിയെടുക്കുന്ന എനിക്ക് കാണാനില്ലേ? ഞാൻ അലാറം വെച്ചിരുന്നു, അലാറം അടിച്ചില്ല. അലാറം അടിച്ചില്ല. എത്ര എന്നും എനക്ക് ഇത് പറയാനുള്ളൂ നേരം. അതെങ്ങനെ തള്ളി നന്ദി ഉള്ളവർക്കല്ലേ നേരത്തെ നീച്ചേണ്ടതും ഇതാക്കേണ്ടതും ഒക്കെ ഉള്ളൂ. നേരം നട്ടുച്ച വരെ അവിടെ ഒക്കെ കിടന്നുറങ്ങി ചീലേക്കാരും ഒക്കെ ഇന്നുണ്ടല്ലോ ഒരു അമ്മായി. അനക്ക് ആരും അതൊന്നും പറഞ്ഞേ പറ്റില്ലല്ലോ. എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂങ്കണ്ണീരുണ്ട് ഇങ്ങോട്ട് വരാന്. അതില് പിന്നെ എല്ലാരും ഒന്ന് മയങ്ങുമല്ലോ. മനുഷ്യന്മാര് പണിയെടുത്തിട്ട് മടുത്തിക്കണ്. ഞാൻ പോയിട്ട് ആ മിറ്റൊക്കെ ഒന്ന് 4 പുറന്ന് അടിച്ചു പോര്. നല്ല മഴയാണ് പുറത്ത്, എങ്ങനെ അടിച്ചു പോരാ? ആ മഴ ചെറുതായിട്ട് ചാർന്നുള്ളൂ. ആ കൊട കണ്ടെടുത്തോ, കൊട എടുത്തുകൊണ്ട് നല്ലൊന്നും പോയി ആ മിറ്റൊക്കെ ഒന്ന് അടിച്ചു പോര്. ആകെ കച്ചറ ഇങ്ങോട്ട് ചാടിക്കണം. കാറ്റടിച്ചിട്ട് രാത്രി കാറ്റടിച്ചാ തോന്നുന്നുണ്ട്. ആകെ ഇങ്ങോട്ട് കച്ചറയാണ്. ഞാൻ ചെല്ല ആ മിറ്റത്തൊന്നും അടിച്ചു വരിക പോയിട്ട് ഉമ്മരെങ്കിലും നേരാക്കിട്. ആരെങ്കിലും ഒന്ന് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മോശമാണ്. ഏത് സമയത്താണാവോ അതിന് ഇങ്ങോട്ട് കൊല്ലാൻ തോന്നിയത് മനസ്സിന്? ഒരാളും കല്യാണം കൂടിയില്ല, ഒരു കുടുംബങ്ങളും കല്യാണം കൂടിയില്ല. എങ്ങനെ കൂടുക? 10 പൈസ സ്ത്രീധനും വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. ആ ഒരു മുട്ടോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് കടിയും കഴിഞ്ഞു. ഒരു കുടുംബങ്ങളും ഇങ്ങോട്ട് വരൂല. എങ്ങനെ വരും? ഓൽക്കൊക്കെ കുറച്ചിലല്ലേ. ഒരു തന്തിയും തള്ളി ഇല്ലാത്ത പെണ്ണിനെ മകൻ കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാരും വരിക. കല്യാണത്തിനും കൂടിയില്ല ഒരു മനുഷ്യന്. ഇവിടെ ഇരുന്ന് തിന്നലുണ്ടോ? പണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കണേ. അന്റെ മുറ്റടിച്ചാറിലൊക്കെ കഴിഞ്ഞിരിക്കണ? മുറ്റടിച്ച് അല്ലടി, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഉമ്മ ചോദിച്ചോളൂ. എന്ത്? എങ്ങനെ എന്റെ മകനെ വളച്ച്? അല്ലേ, 5ന്റെ പൈസ ഇല്ലാത്ത ആൾക്കാരും പിന്നെ പോരാത്തതിന് വാപ്പി ഇമ്മി ഇല്ലേനും അന്നൊക്കെ ഞാൻ സമ്മതിച്ചിരുന്നു കേട്ടോ.
എന്റെ മകനൊക്കെ വളച്ച് കുപ്പിയിലാക്കിയല്ലോ എന്നാലും ജി. നോക്കിയിരിക്കണ്ട, തിന്ന. ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ. ആ തീറ്റ കഴിഞ്ഞിട്ടേ അവൊക്കെ നല്ലെന്ന് അടിച്ചൊരു തുറച്ചിട്ടാളാം. ചീത ഉണ്ടാവും, എന്നാലും ആ ഫാനൊക്കെ കണ്ടിട്ടാലാണ് ഉറങ്ങിക്കോളൂ. ആരെങ്കിലും കേറി വന്നിട്ടുണ്ടെങ്കിലേ ആകെ ചളി കഴിക്കാൻ കിടക്കണം അതൊക്കെ. ഞാൻ ചെയ്തോളാം. അന്നോട് നല്ലപോലെ ഒന്നും എന്റെ ചോദിച്ചറിയാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ വല്ല മോനും മോളും ഉണ്ടായിരുന്നു. മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. മോൻ അവിടെ ഇങ്ങനെ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നു. അമ്മായിക്ക് വലിയ മകനൊക്കെ ഉണ്ടോ? എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി ഒപ്പം നിന്നിരുന്നത്? ആ, എന്തൊക്കെ ആയാലും ഇജ്ജ് കേച്ചിലായി. നിന്റെ മകനല്ല എന്നെ കെട്ടിയിരിക്കണത്. അത്യാവശ്യം നല്ല മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നിപ്പോ എന്താ അനക്ക് പ്രശ്നല്ലേ? അന്നെ ഞാൻ സമ്മതിച്ചിരുന്നു. ഓ, പറ്റീട്ടേ പറഞ്ഞത്. എന്റെ മകനും വളച്ചെടുത്തുങ്ങാണ്ട്. ഇനിയിപ്പോ ആരാ ഫോൺ കളിക്കണത്? അല്ലാത്തൊരു ഹലോ, എന്ത് വർത്താനം ഇങ്ങനെ പോണ്? നിങ്ങളൊക്കെ അല്ലേ നമ്മൾ ഒഴിവാക്കിയത്. സുഖാണ്, കൊഴപ്പൊന്നുമില്ല. ഓള് അവിടെ അവിടെ ഉണ്ടായിരുന്നു. കൊഴപ്പൊന്നുമില്ല. എന്താ പറയാ, എന്നാലിപ്പോ നമ്മക്ക് പറ്റിയ ബന്ധമൊന്നും അല്ലല്ലോ. അത് കാരണല്ലേ നിങ്ങളാരിപ്പോ കല്യാണത്തിനൊന്നും വരാഞ്ഞേ. ശരിക്കും നിങ്ങളൊന്നും വിളിച്ചാൽ ഞാൻ ഫോൺ തന്നെ എടുക്കാൻ പാടില്ല. നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ മക ഇപ്പൊ കാട്ടിയത് അതല്ലേ. നിങ്ങളെ മകൾക്ക് മോഹം കൊടുത്തങ്ങാണ്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച ആരായാലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിച്ചതല്ലേ. എന്നാലൊരു മാർഗവും ഇല്ല. പണ്ട് മുതലോ ഒരു സാധനവും ഇല്ല. ഒരു പറ്റമ്മലും ഉണ്ട്, ആ മഹറും ഉണ്ട്. അതെന്നെ എന്റെ മക ഇട്ട് കൊടുത്തതാണ്. സ്വഭാവം ഇങ്ങനെ എന്തേലും പറഞ്ഞങ്ങനെ മുണ്ടാതിരുന്നോളൂ. അതാണ് പറ്റാത്തത്. ഒരു പണി എടുക്കാൻ വരൂല. പണിയൊന്നും എടുക്കൂല്ല, ഒന്നിട്ട് അറിയില്ല. ഒക്കെ ഞാൻ തന്നെ എടുക്കണം. ഇന്നിപ്പോ ചായയും കടി ഉണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ്. എന്റെ വിധി. ഇനിയും പണിയെടുക്കാൻ തന്നെ ഇക്കാരെന്റെ വിധി. അല്ലാപ്പൊ എന്തെന്ന് പറയാ. എന്തായാലും ഞാൻ വിളിക്കണ്ട്. എന്നായിക്കോട്ടെ എന്നാല്. എന്താണ് ഇവിടെ ചുമരുമ്പും ചാരി ഇങ്ങനെ നിക്കണേ? ഒന്നുമില്ലക്ക. നീ നേരത്തെ വന്നോ? ഞാനിന്ന് ലീവാക്കി. ഏ, എന്താ പറ്റിയ എനിക്ക്? ഒന്നുമില്ല. അല്ലോ അതല്ലല്ലോ, പറയ്. ഇമ്മാക്ക് ഇക്കന്നെ കല്യാണം കഴിച്ചൊന്നും പറ്റിയിട്ടില്ല. ഇളയമാന്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഇന്നില്ല ഉമ്മാക്ക് ഇഷ്ടം. അപ്പൊ ഉമ്മാക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല ഇക്ക. ഇപ്പിയും ഇല്ലെന്ന് അറിഞ്ഞിട്ടന്നല്ലേ നിങ്ങളമ്മ എന്നെ കാണാൻ വന്നതും ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിപ്പിച്ചൊക്കെ.
ഇപ്പൊ ഇന്നില്ല എന്നുള്ള ആ ഒരു കാരണമാണ് നിങ്ങളെ അമ്മക്ക്. കാലം കൊറേ ആയി ഞാൻ അത് കേക്കൽ തുടങ്ങിയിട്ട്. പിമ്മില്ലാത്തോള്, ആരും ഇല്ലാത്തോള്, സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും ഒക്കെ ഒരു കളിയാക്കലും. പിന്നില്ലിക്ക കൂട്ടുകാരികളെ ഓരോ മുട്ടായും അതേപോലെ ഈ ബോക്സും പെട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടും. എന്റെ ഉപ്പ പുതിയത് വാങ്ങി തന്നാണ്, എന്റെ അമ്മ തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴൊരു സങ്കടം വരാന്. പക്ഷെ വെച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് ആരും എന്നെ അങ്ങനെ ഒരു രീതിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള കുട്ടികളാ ആരും ഇല്ലാത്തോളൂ എന്നുള്ള ലേബലിൽ ഇറങ്ങുന്നത്. പിന്നെ അത് മാത്രല്ല, സ്കൂളത്തെ ഓരോ മീറ്റിംഗ് ഒക്കെ വരും. അപ്പൊ എല്ലാരും ഭാര്യമാരൊക്കെ വരും. എനിക്ക് മാത്രം ആരും വരാണ്ടാവില്ല. അപ്പൊ അമ്മായി ഇളയമൊക്കെ പറഞ്ഞിന്ന് ചെന്നിനെങ്ങനെ വിഷമിക്കണ്, കല്യാണം കഴിഞ്ഞാല് അവളുണ്ടാവും അവൾക്കൊരു പിമ്മിന്ന്. എനിക്ക് പിന്നെ ആ ഭാഗ്യം ഇല്ലാത്തോണ്ട് വന്ന് കേറിയപ്പോ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. നമ്മ ഉണ്ടല്ലോ, നിങ്ങളമ്മനക്ക് ഒരുപാട് ഇഷ്ടം. ഇപ്പൊ ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ അറിയില്ല നിങ്ങളമ്മനെ കാണുമ്പോ. പക്ഷെ ഓരോ കുത്തുവാക്ക് കേക്കുമ്പോ അന്ന് എനിക്ക് പിന്നില്ലാന്ന് പറയും, ഇപ്പൊ പിന്നില്ലാന്ന് പറയും. കേക്കാൻ വെച്ചേക്ക. എന്തൊക്കെ എന്നോട് പറയണ്ടെന്ന് അറിയില്ല, നീ സങ്കടപ്പെടല്ലേ. ഏയ് കൊഴപ്പൊന്നുമില്ല, നിങ്ങൾ ഇരിക്കുന്ന ചായ എന്തേലും എടുത്തരാം. കേട്ടെ, ഇതിനൊക്കെ ഇപ്പൊ എന്താ കാരണം ഉണ്ടായത്? അല്ല, ഉമ്മാന്റെ അനിയത്തി വിളിച്ചിരുന്നു. അപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. പണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളെ കൊണ്ട് മറ്റോളെ കല്യാണം കഴിപ്പിക്കാൻ നിക്കേനില്ലേ, അതൊക്കെ പറഞ്ഞപ്പോ എന്താ ചെറിയൊരു വിഷമം വന്നു. നീക്കാൻ നേരം വൈകിയേന് നല്ല കേട്ടിക്ക്. നിന്റെ പിമ്മ അല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ പറയണില്ലേ. സങ്കടപ്പെടണ്ട, ഇമ്മാനോട് ഞാൻ ഇല്ലേന്നും പറഞ്ഞിട്ടാ ഞാൻ എന്നെ കെട്ടിക്കണ്. ഇങ്ങോട്ട് വായോ. ഇമ്മാനോട് നിങ്ങൾ ചോദിക്കൊന്നും വേണ്ടട്ടോ, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ ഇക്ക. നിങ്ങളെ വിട്ടാളെ. ഇങ്ങോട്ട് വിടാൻ പറ്റൂല. വേണ്ട ഇക്ക, ഇങ്ങോട്ട് വായോന്ന്. ഇക്ക. എന്താടാ, എന്തിനാ ജിന്നെങ്ങനെ വിളിച്ചാർക്കുന്നത്? അതിന് പെണ്ണുങ്ങളില്ല അവിടെ. ഇക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. എന്താണ് കാര്യം? നിങ്ങൾ ഇന്റെ പെണ്ണുങ്ങളെ പറ്റിട്ട് ആർക്കെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നോ? ഞാൻ ആർക്കൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നോട് ആരാ അതൊക്കെ പറഞ്ഞത്? ഒളിഞ്ഞു നോക്കാൻ ജൊന്നിന് അവിടെ കൊടുന്ന് വെച്ചിക്കണല്ലേ, ആ കാര്യം ഞാൻ മറന്ന്. എന്താണ് നിങ്ങളെ പ്രശ്നം? നിങ്ങക്ക് എന്തിന്റെ കേടാ? ഓൾ എന്താ നിങ്ങളെ കാട്ടുന്നത്? അതും കൂടി ഒന്ന് പറഞ്ഞാണി. ഞാന് പണ്ടേ എന്റെ അഞ്ചത്തിലെ മകൾക്ക് ഒരു വാക്ക് കൊടുത്ത ആൾക്ക് ഓർമ്മ ഉണ്ടോ? അന്നെ കൊണ്ട് കല്യാണം കേൾപ്പിച്ചോളാന്ന്. എന്നിട്ട് കാട്ടിയ പണി എന്താ? പോലെ ആരെങ്കിലും ഈ കല്യാണം കൂടിയോ? ഇല്ലല്ലോ. എന്നിട്ടൊരു തന്തി തള്ളി ഇല്ലാത്തൊരു പെണ്ണിനെ ഇവിടെ കൊടുന്നാക്കിങ്ങനെ. എന്തേലും അറിയോൾക്ക്? അടുക്കള പണിയോ ഒന്നും ഓൾക്ക് അറിയില്ല. ഓൾക്ക് ഇപ്പൊ അടുക്കള പണി എടുക്കേണ്ട സമയമല്ല, ഓൾ പഠിക്കാൻ പോവാ നാളെ മുതൽ. നാളെ മുതൽ ഓള് പഠിച്ചാൻ പോവേ? കുറച്ച് പണി ഉണ്ടാവും. അല്ല, അനക്ക് ഓളെ പഠിപ്പിച്ചാനോ കണ്ടെടുത്ത് പൈസ ഉണ്ട് അല്ലെ? ഞാനൊരു 500 1000 ചോദിച്ചാൽ എന്റെ അടുത്ത് തരാനില്ല. നിങ്ങക്ക് എന്നും തരലെന്നല്ലേ പണി? നിങ്ങക്ക് നിങ്ങളെ മകൾക്ക് കൊടുക്കാനല്ലേ പൈസ, വേറൊന്നിനും അല്ലല്ലോ. നിങ്ങളെ ആവശ്യങ്ങൾ എന്റെ മകൾക്ക് കൊടുക്കൊന്നും വേണ്ടി. എന്റെ പെണ്ണുങ്ങൾ മാത്രം അനുഭവിച്ചാൽ മതി എന്റെ പൈസ ഒക്കെ. എന്റെ മകൾക്ക് അതൊന്നും പറ്റൂലേ? എന്റെ പെങ്ങളാണ് അവള്. എന്റെ പെണ്ണുങ്ങൾ ഇന്നലെ കേറി വന്നോളാ. ഇത്രയും കാലം അനക്ക് ഉണ്ടായിരുന്നത് ഓളായിരുന്നു. ഇത് ഓൾക്ക് ഞാൻ പൈസ കൊടുക്കുന്നോണ്ട് പ്രശ്നം? ഓൻ പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് കൊടുത്ത് സഹായിക്കും, അത്ര തന്നെ. എന്താ എന്റെ മുതൽ വേറെ ആർക്കും പറ്റൂലേ? ഉമ്മ, അതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ പൈസന്റെ കാര്യങ്ങൾ വിടി. നിങ്ങൾ എന്താണ് ഓളെ ഇങ്ങനെ ഇട്ട് കാട്ടുന്നത്? ഓള് നിങ്ങളെ ഉമ്മാന്റെ സ്ഥാനത്തല്ല പിന്നെ ആരും ഉമ്മായിട്ട് കാണണ്ട. ഇക്ക് അങ്ങനെ ഒരു മകളായിട്ട് കാണാനൊന്നും പറ്റൂല. മരിയോള് മരിയോൾ തന്നെയാണ്. ആ രീതിയിലേ ഞാൻ കാണുള്ളൂ.
ഉമ്മ ഇതിനൊക്കെ നിങ്ങളോട് പടച്ചോൻ ചോദിക്കൂട്ടോ. നിങ്ങളെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഓൾക്ക് ആ അവസ്ഥ വരൂല. നീ തന്ത മരിച്ചിട്ടുള്ളൂ, തള്ളപ്പ ജീവനോടെ ഉണ്ട്. നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ നിങ്ങളെ അഹങ്കാരം ഉണ്ടല്ലോ. ഏത് നിമിഷം എന്തു സംഭവിക്കാം ട്ടോ. ഇമ്മ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചട്ടെ. ഞാൻ എന്ത് തെറ്റമ്മ നിങ്ങൾക്ക് ചെയ്തത്? ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണാണ്. പക്ഷെ നിങ്ങള് പെണ്ണാണോ വന്നപ്പോഴും നിങ്ങൾ ആരോ പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് കല്യാണം നടക്കൂല എന്നല്ല. ഞാൻ നിങ്ങളെ എന്ന് എന്റെ ഉമ്മാനെ പോലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങള് എന്തിനമ്മ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണം? എനിക്ക് ഇന്നെ മരുകളായിട്ടും മകളായിട്ടും കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു വേലക്കാരത്തി ഏറ്റെങ്കിലും നിങ്ങൾ എന്നെ കാണണം. ഈ കരണ്ടടി അനക്ക് എന്നും ഞാൻ ഉണ്ടാവും. ഈ ഉള്ളിക്ക് പോയിക്കോ. ഇമ്മ, ഇങ്ങളെ മകനാണ് ഞാന്. ഈ ഞാനാ പറയണത്. ഇനി നിങ്ങൾ ഇത് തുടരാനാണ് ഭാവിച്ചാലേ ഞാൻ വാടകക്ക് പോവോളേറ്റ്. പറിച്ചോനെ, ഞാനിപ്പോ അത് പറഞ്ഞിട്ട് ഇനി പോലും വാടകപ്പേരേക്ക് പോവണോ? ഇനിയിപ്പോ ഞാൻ ഒറ്റക്കാവൂലേ? പൊന്നിനെ വിളിച്ചാലാണ് ഓള് വരൂല്ല. വേണ്ടില്ല, ഇവളൊക്കെ ഉണ്ടാവുള്ളൂ ചിന്തൊന്നും ഞാൻ ഇക്കുണ്ടായി. മറ്റോളൊപ്പം കല്യാണം കേൾക്കാത്ത കീറയില് ഓരോന്ന് പറഞ്ഞു പോണതാ. ഇതൊരു പാഠമാണ്. എപ്പോൾ വേണമെങ്കിലും എന്തോ സംഭവിക്കാം. ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ വന്നു കയറുന്ന പെൺമക്കളെ ഒരിക്കലും മരുമക്കളായി കാണാതിരിക്കുക. സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുക.